Hi everyone, welcome to Socio Plus. The different factors that influencing atmospheric pressure, അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽസ് ആണ്. ഗ്ലോബൽ പ്രഷർ ബെൽസ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കതിന് മലയാളത്തിൽ എങ്ങനെ പറയാം? അന്തരീക്ഷ അല്ലെങ്കിൽ ആഗോളതലത്തിലുള്ള മർദ്ദമേഖലകളാണ് ഗ്ലോബൽ ആയിട്ടുള്ള ആഗോള മർദ്ദമേഖലകൾ എന്ന് ചുരുക്കി പറയാം. ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ആഗോള മർദ്ദമേഖലകൾ. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. Studies have revealed that the atmospheric pressure is more or less the same between certain latitudes. എന്താ പറയുന്നത്? ചില ലാറ്റിറ്റ്യൂഡ്സിനിടയിൽ, ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഏറെക്കുറെ ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശം എന്ന് പറഞ്ഞിട്ടാണെങ്കിലൊക്കെ അറിയാം, അതൊക്കെ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ ഈ ഒരു ചിത്രത്തിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഭൂമിയിലെ ഇങ്ങനെയുള്ള ഇമാജിനറി അല്ലെ, കുത്തനെയുള്ള വരകളല്ല, ഇങ്ങനെയുള്ള ഇത്തരം ഇമാജിനറി ലൈൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ അക്ഷാംശം എന്നൊക്കെ പറയുന്നത്. ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡാണ്, അക്ഷാംശമാണ് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഏറ്റവും ചെറുത് നോർത്ത് പോളും സൗത്ത് പോളും ആണ് വരിക. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള ചില ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിൽ ഭൂമിയിൽ എല്ലായിടത്തും ആ ലാറ്റിറ്റ്യൂഡ്സ് പാസ് ചെയ്ത് പോകുന്ന ഭൂമിയിലെ എല്ലാ പ്രദേശത്തും ഒരേപോലെയാണ് ഏറെക്കുറെ എന്തുള്ളത്? അറ്റ്മോസ്ഫറിക് പ്രഷർ ഉള്ളത് എന്നാണ്, അന്തരീക്ഷ മർദ്ദം ഉള്ളത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ based on this, the earth's surface is divided into different pressure belts. അപ്പൊ ഈ ഒരു തിയറിയുടെ, ഈ ഒരു സ്റ്റഡീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തെ എന്താക്കിയിട്ടുണ്ട്? ഭൂമോപരിതലത്തെ വിവിധ മർദ്ദമേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെന്റ് പ്രഷർ ബെൽറ്റ്, ഓരോ പ്രഷർ ബെൽറ്റുകളായി തരംതിരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രഷർ ബെൽറ്റ് പാസ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണോ, ഏതൊക്കെ പ്രദേശങ്ങളെ കവർ ചെയ്തുകൊണ്ടാണ് ഒരു പ്രഷർ ബെൽറ്റ് ഉള്ളത്, ആ പ്രദേശങ്ങളിൽ മുഴുവൻ എന്തായിരിക്കും? ഭൂമിയുടെ എല്ലാ ഭാഗത്തും ആ പ്രഷർ ബെൽറ്റ് പാസ് ചെയ്ത് പോകുന്ന എല്ലാ ഭാഗത്തും എന്തായിരിക്കും? ഏറെക്കുറെ സെയിം ടെമ്പറേച്ചർ അല്ല, സെയിം പ്രഷർ ആയിരിക്കും, അറ്റ്മോസ്ഫറിക് പ്രഷർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ലുക്ക് അറ്റ് ദി ഫിഗർ 2.5. ഈ ഒരു ചിത്രം നിങ്ങളോട് നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. Haven't you understood the various pressure belts on the earth? പലതരത്തിലുള്ള അല്ലെങ്കിൽ പല പേരിലുള്ള പ്രഷർ ബെൽറ്റുകൾ അല്ലെങ്കിൽ മർദ്ദ മേഖലകൾ നിങ്ങളൊരു ചിത്രത്തിൽ കാണുന്നില്ലേ? ഓക്കെ, അതേപോലെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓരോ പ്രഷർ ബെൽറ്റ് നമുക്ക് നോക്കാം. ലെറ്റ്സ് ലേൺ അബൌട്ട് ഈച്ച് ഓഫ് ദീസ് പ്രഷർ ബെൽറ്റ്സ് ഇൻ ഡീറ്റെയിൽ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ പ്രഷർ ബെൽറ്റിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവിടെ ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ആ പ്രഷർ ബെൽറ്റ് ഏതൊക്കെയാണ് എന്ന് ഈ ചിത്രത്തിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഏറ്റവും സെൻട്രലിലുള്ളത് നമ്മൾ ആദ്യം നോക്കുക. ഒരുപാട് പേരുകൾ ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ ആകെ 4 പേരുകളേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ഒന്ന്, ഏറ്റവും ആദ്യം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, മലയാളത്തിൽ നമുക്ക് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്ന് പറയാം. ലോ പ്രഷർ എന്ന് പറയുമ്പോൾ ന്യൂനമർദ്ദ മേഖല എന്നാണ്. നമ്മൾ കാലാവസ്ഥാ പ്രവചനമൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ അല്ലെ? അറബിക്കടലിൽ ന്യൂനമർദ്ദം അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു, കനത്ത മഴയ്ക്ക് സാധ്യത എന്നൊക്കെ പറയാറുണ്ട്. ന്യൂനമർദ്ദമാണെന്ത്? ലോ പ്രഷർ. ഓക്കെ, സോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ദെൻ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് ആ നോർത്തിലും സൗത്തിലും നമ്മൾ കാണുന്നത്. സബ് ട്രോപ്പിക്കൽ റീജിയൻ ആണ് ആ മേഖല. ഓക്കെ, ഇക്വറ്റോറിയൽ റീജിയനെ നമ്മൾ വേറൊരു പേരും കൂടി പറയുന്നുണ്ടല്ലോ, ട്രോപ്പിക്കൽ റീജിയൻ എന്നും പറയാറുണ്ട് അല്ലെ? അപ്പോൾ അതിനപ്പുറത്ത് വരുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ലോ ആകുമ്പോൾ ഇവിടെ ഹൈ ആണ്, അടുത്തത് ലോ പിന്നെ ഹൈ, അങ്ങനെ ഒരു ഒരു ബന്ധം അവിടെ ഉള്ളത് നിങ്ങൾ ഒന്ന് ഓർത്തു വെക്കണം, നല്ലതാണ്. അപ്പൊ തെറ്റിപ്പോകൂല. ഓക്കെ, സോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഇവിടെയും അതേ പേര് തന്നെയാണ്, നോർത്തിലും സൗത്തിലും ഒരേപോലെ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, ഇക്വേറ്റർ ആണ് ഭൂമിയുടെ ഏറ്റവും മധ്യരേഖ അല്ലെ? അപ്പൊ അതിന്റെ നോർത്തിലേക്ക് നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ആണ്, 2 ഭാഗമാക്കി മുറിക്കുകയാണെങ്കിൽ. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഉണ്ട്. അറൌണ്ട് 30 ഡിഗ്രി സൗത്തിലും അറൌണ്ട് 30 ഡിഗ്രി നോർത്തിലും സബ് ട്രോപ്പിക്കൽ
ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി അതിന്റെ മുകളിൽ ഏതാ വരുന്നത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഹൈ വന്നപ്പോ വീണ്ടും അടുത്ത് എന്തായി? ലോ ആയി. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അറൌണ്ട് 60 ഡിഗ്രി ആണ്. ഇവിടെ കൊടുത്ത് കുറച്ച് താഴ്ന്നു പോയതാണ്. അറൌണ്ട് 60 ഡിഗ്രി നോർത്തിലും അതേപോലെ അറൌണ്ട് 60 ഡിഗ്രി സൗത്തിലും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. മലയാളത്തില് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ദെൻ ഏറ്റവും ടോപ്പിൽ നമുക്കറിയാലോ നോർത്ത് പോളിലും സൗത്ത് പോളിലും 90 ഡിഗ്രി അറൌണ്ട് 90 ഡിഗ്രി റേഞ്ചിൽ 80 ഡിഗ്രി ടു 90 ഡിഗ്രി റേഞ്ചിൽ പിന്നെ ഉള്ള പ്രഷർ ബെൽറ്റ് ആണ് ഇത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ഇവിടെ സൗത്തിലും 90 ഡിഗ്രി സൗത്തിലും 90 ഡിഗ്രി നോർത്തിലും പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ 4 ബെൽറ്റുകളേ ഉള്ളൂ. ആ പേരുകൾ തന്നെയാണ് മുകളിലും താഴെയും വന്നിട്ടുള്ളത് അല്ലെ. ഇനി ഈ ഓരോന്നിന്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കണം. ഏറ്റവും ആദ്യം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഇതിന് മലയാളം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഓക്കെ, അപ്പോ അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഈ ഒരു പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അതായത് എസ് എ കാറ്റഗറിയിൽ പെടുന്ന ചോദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അതിന് മാത്രം കണ്ടന്റ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. നമുക്ക് അത്രമാത്രം വാല്യൂ പോയിന്റ്സ് വരുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നന്നായി മനസ്സിലാക്കി പഠിക്കുക ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ. അപ്പൊ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഭൂമധ്യ അല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. This is the zone where the sun's rays fall vertically throughout the year. നമുക്കറിയാലോ ഭൂമധ്യരേഖ പ്രദേശം എന്ന് പറയുമ്പോൾ പിന്നെ സൂര്യപ്രകാശം ഏറ്റവും കുത്തനെ വെർട്ടിക്കലായി പതിക്കുന്ന പ്രദേശമാണ് അല്ലെ, ഇക്വേറ്റർ. ഹെൻസ് ദി ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദിസ് സോൺ ഓൾ ത്രൂ ദി ഇയർ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പിന്നെ വർഷം മുഴുവൻ ഏറെക്കുറെ നല്ല ഉയർന്ന ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുക ഭൂമധ്യരേഖ പ്രദേശത്ത്. The air expands due to sun's heat and rises up on a massive scale. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങളാണ്. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുമ്പോൾ നമുക്കറിയാം അവിടുത്തെ വായു എന്താവും? ചൂടായി ആ വായു വികസിച്ച് വൻതോതിൽ അവിടുന്ന് മുകളിലോട്ട് ഉയർന്നു പൊങ്ങും. ചൂടായ വായു എന്ത് ചെയ്യും? നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് റൈസസ് അപ്പ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ചൂടായ വായു അവിടുന്ന് വികസിച്ച് വൻതോതിൽ മാസീവ് സ്കെയിലിൽ കൂടുതലായിട്ട് എങ്ങോട്ട് പോകും? റൈസസ് അപ്പ്, മുകളിലോട്ട് ഉയർന്നു പൊങ്ങും. സോ ദിസ് ഈസ് ദ റീസൺ ഫോർ ദി ലോ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ത്രൂ ഔട്ട് ദിസ് സോൺ. വായു എങ്ങനെ വൻതോതിൽ ചൂടായി അവിടുന്ന് ഉയർന്നു പൊങ്ങുന്നത് കൊണ്ടാണ് ആ മേഖല എന്തായത്? അവിടെ ലോ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ടെമ്പറേച്ചറും അറ്റ്മോസ്ഫറിക് പ്രഷറും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. അപ്പൊ ഇവിടെ ഇക്വറ്റോറിയൽ റീജിയനിൽ ചിത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കാം. ഈ ഒരു ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആണ്. ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ വായു വികസിച്ച് മുകളിലോട്ട് ഉയരും. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടുത്തെ പ്രഷർ എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണ് എന്ത്? ലോ പ്രഷർ. ഓക്കെ, ഇത്രയും കാര്യമുള്ളൂ. പിന്നെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച സംഗതികൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ വൻതോതിൽ എയർ എക്സ്പാൻഡ് ചെയ്ത് റൈസസ് മുകളിലോട്ട് ഉയർന്നു പോകുന്നത് കൊണ്ട് എന്താണ്? ദിസ് ഇസ് ദ റീസൺ ഫോർ ദി ലോ പ്രഷർ എക്സ്പീരിയൻസ്ഡ് ത്രൂ ഔട്ട് ദിസ് സോൺ. അതുകൊണ്ടാണ് അവിടെ ലോ പ്രഷർ ബെൽറ്റ് ആയി, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആയി മാറിയത്. ഓക്കെ, മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയായി മാറിയത് അതുകൊണ്ടാണ്. The equatorial low pressure belt is situated between 5 degree north and south latitudes. ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ കറക്റ്റ് ഡിഗ്രി അളവ് പറയാണ്. എത്രയാണ്? 5 ഡിഗ്രി നോർത്തും 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിന് ഇടയിലാണ്. അതായത് ഇവിടെ ഞാനൊന്ന് പിന്നെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇവിടെ 0 ഡിഗ്രി അറൌണ്ട് 0 ഡിഗ്രി പറഞ്ഞു. അതിന്റെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. ഈ ഒരു പോയിന്റ് 5 ഡിഗ്രി നോർത്ത് ആണ്. 5 ഡിഗ്രി നോർത്ത് ആണ്. അതേപോലെ ഈ ഒരു പോയിന്റ് 5 ഡിഗ്രി സൗത്ത് ആണ്. ഈ കാണുന്ന ഇക്വേറ്റർ അല്ലെ, അതിന്റെ താഴെയുള്ള ഭാഗമാണ് ഇത് സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ സൗത്ത്. അതേപോലെ മുകളിലുള്ള ഭാഗമാണ് നോർത്തേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ നോർത്ത് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഈ 0 ഡിഗ്രി 5 ഡിഗ്രി നോർത്തിന്റെയും 5 ഡിഗ്രി സൗത്തിന്റെയും 5 ഡിഗ്രി നോർത്തിന്റെയും 5 ഡിഗ്രി സൗത്തിന്റെയും ഇടയിലായിട്ടാണ് ഇത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കറക്റ്റ് ലൊക്കേഷൻ ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ as the air in this zone ascends on large scale, winds are very feeble here. നമ്മൾ പറഞ്ഞല്ലോ ഇവിടുത്തെ വായു ചൂടായി വികസിച്ച് വൻതോതിൽ കാറ്റൊക്കെ വായു പിന്നെ ഉയർന്നു പൊങ്ങുന്നത് കൊണ്ട് ഇവിടെ എന്തായിരിക്കും? winds are very feeble here. ഇവിടെ കാറ്റ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ വീക്ക് ആയിരിക്കും. winds are very feeble here എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വളരെ ദുർബലമായ കാറ്റായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, കാറ്റിന് ശക്തി വളരെ കുറവായിരിക്കും എന്നർത്ഥം. അപ്പോ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് this pressure belt is also known as doldrum, meaning the zone with no winds. Equatorial low pressure beltന് എന്തും കൂടി പേരുണ്ട്, doldrum എന്ന പേരും കൂടിയുണ്ട്. doldrum എന്നാൽ എൻ്റെ അർത്ഥം പിന്നെ the zone with no winds ആണ്. ഓക്കെ, നിർവാത മേഖല എന്ന് പറയും ഡോൾഡ്രമിന്. നിർവാത മേഖല, വാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാറ്റാണ്. സോ ഡോൾഡ്രം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് കാറ്റുകൾ ഇല്ലാത്ത മേഖല. ഓക്കെ, എന്ന പേരും കൂടി ഏതിനുണ്ട്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനുണ്ട്, അതല്ലെങ്കിൽ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലക്കുണ്ട്. അതുകൊണ്ട് തന്നെ the region was a nightmare for the ancient mariners. ഈ പണ്ടുകാലങ്ങളിലെ പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് ഈ മേഖല, ഈ പ്രഷർ ബെൽറ്റ് ഒരു പേടി സ്വപ്നമായിരുന്നു എന്നാ പറയുന്നത്. അതിനുള്ള കാരണം എന്താ? പായ്ക്കപ്പലുകളിൽ പോണ സമയത്ത് കപ്പൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? നല്ല ശക്തമായ, അത്യാവശ്യം നല്ല കാറ്റ് വേണം. നമ്മളിപ്പോ പറഞ്ഞ എന്താണ്? ഇത് ഡോൾഡ്രം ആണ്, അല്ലെങ്കിൽ കാറ്റ് വളരെ വീക്ക് ആയിട്ടുള്ള പ്രദേശമാണ് ഏത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെയുള്ള പായ്ക്കപ്പലുകൾ വേഗതയിൽ മുന്നോട്ട് പോവില്ല. അതുകൊണ്ടാണ് പണ്ടുകാലത്തെ യാത്രികർക്ക്, പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്നവർക്ക് ഇതൊരു പേടി സ്വപ്നമായി ഈ മേഖല മാറിയത്. അപ്പൊ ഡോൾഡ്രം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണ്. ലോ പ്രഷർ ആവാനുള്ള കാരണം നമ്മൾ പറഞ്ഞു ഹൈ ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഒന്നും കൂടി ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം ഏതാണെന്നുള്ളത്. ഇതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. നോർത്തിലുണ്ട്, സൗത്തിലുണ്ട്. ഓക്കെ, അറൌണ്ട് 30 ഡിഗ്രി ആണ് കാണിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം? ഇവിടെ 25 ഡിഗ്രി, ഇവിടെ 25 ഡിഗ്രി, അതേപോലെ 35 ഡിഗ്രി നോർത്ത്, അതേപോലെ 25 ഡിഗ്രി 35 ഡിഗ്രി സൗത്ത്. ഇതിനിടയിലായിട്ടുള്ളതാണ് ഇത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അത് ഒരു ചോദ്യം താഴെ വരുന്നുണ്ട്, ആ സമയത്ത് ഒന്നും കൂടി നമുക്ക് പറയാം. അപ്പോൾ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഓക്കെ, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ്. ഹൈ ആണ്, ഉച്ചമർദ്ദ മേഖലയാണ്. അപ്പൊ എന്താണ് അവിടെ ഹൈ പ്രഷർ ആവാനുള്ള കാരണം നമുക്ക് നോക്കാം. The hot air ascending from the equatorial low pressure belt cools gradually and subsides at the subtropical zone due to the rotation of Earth. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് ഉയർന്നു പൊങ്ങുന്ന വായു ഉണ്ടല്ലോ, എയർ, അതെന്താവാണ്? ആ ഹോട്ട് എയർ പിന്നീട് മുകളിലെത്തിയ ശേഷം വശങ്ങളിലേക്ക് നീങ്ങി തണുത്ത് കൂൾസ് ഗ്രാജുവലി, ഇത് ക്രമേണ തണുക്കുന്നു. ആൻഡ് സബ്സൈഡ്സ് അറ്റ് ദി സബ് ട്രോപ്പിക്കൽ സോൺ. അത് എങ്ങോട്ട്? തണുത്താൽ സ്വാഭാവികമായിട്ടും ഉയർന്നു പൊങ്ങിയ വായു എന്താവും? താഴ്ന്നിറങ്ങും. വായു ചൂടാകുമ്പോഴാണ് അത് ഉയർന്നു പൊങ്ങുക. അത് മുകളിലെത്തി പിന്നെ അത് തണുക്കുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും താഴോട്ട് തന്നെ, അതിന് ഭാരം കൂടുമ്പോൾ താഴോട്ട് തന്നെ അത് വരും. അപ്പൊ അങ്ങനെ ഇത് ഏത് ഭാഗത്തേക്കാ താഴ്ന്നിറങ്ങുന്നത്? തണുത്ത ശേഷം ഏത് ഭാഗത്തേക്കാ താഴ്ന്നിറങ്ങുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലേക്കാണ് താഴ്ന്നിറങ്ങുന്നത്. അങ്ങനെ താഴ്ന്നിറങ്ങാനുള്ള കാരണം പറയുന്നു ഭൂമിയുടെ ഭ്രമണത്തിന്റെ സ്വാധീനത്താലാണ്, റൊട്ടേഷന്റെ സ്വാധീനത്താലാണ് ഇങ്ങനെ ഉപോഷ്ണ മേഖലയിലേക്ക് അത് താഴ്ന്നിറങ്ങുന്നത്. ഓക്കെ, ഉപോഷ്ണ മേഖല എന്ന് പറയുമ്പോൾ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് താഴ്ന്നിറങ്ങുന്നത്. അപ്പോ വൻതോതിൽ തണുത്ത വായു താഴ്ന്നിറങ്ങുമ്പോൾ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അവിടെ പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുതലായിരിക്കും. ഹോപ്പ് യു നൗ അണ്ടർസ്റ്റാൻഡ് ദി റീസൺ ഫോർ ദി ഒക്കറൻസ് ഓഫ് ഹൈ പ്രഷർ ഓൾ അലോങ് ദിസ് സോൺ. ഈ സോണിൽ ഹൈ പ്രഷർ ആവാനുള്ള കാരണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത്
പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇക്വറ്റോറിയൽ റീജിയൻ ഉയർന്നു പൊങ്ങിയിട്ടുള്ള ചൂടുള്ള വായു തണുത്ത് താഴ്ന്നിറങ്ങുന്നത്, വൻതോതിൽ തണുത്ത വായു താഴ്ന്നിറങ്ങുന്നത് കോൾഡ് എയർ പിന്നെ ഡിസെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. എയർ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പിന്നെ പഠിച്ചു കഴിഞ്ഞു. നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇവിടെ ഒരു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ഉണ്ട്. അത് നിങ്ങൾ താല്പര്യം പോലെ വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന ഒരു പിന്നെ എക്സ്ട്രാ ഫാക്റ്റ് ആണ്. അതായത് ഈ ഒരു പിന്നെ സോണിനെ, ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനെ എന്തും വിളിക്കുന്നുണ്ട്? ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നും വിളിക്കുന്നുണ്ട്. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, എന്താ ഹോഴ്സ് എന്നുള്ള എല്ലാവർക്കും അറിയാലോ. എന്താ ഹോഴ്സ്? എല്ലാവർക്കും അറിയാം, കുതിരയാണ് അല്ലെ. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ള പേര്, അല്ലെങ്കിൽ കുതിര അക്ഷാംശം എന്നുള്ള പേര് അതിന് കിട്ടാനുള്ള കാരണം എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാവും. നമ്മൾ അതിന്റെ മുകളിൽ ഇരുന്നിട്ട് സമയം കളയുന്നില്ല. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്, ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. എനിവേ, find out the position of the subtropical high pressure belt from the given figure. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ചിത്രത്തിൽ നിന്ന് ഈ പറയുന്ന, ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ കറക്റ്റ് പൊസിഷൻ കണ്ടെത്താനാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഞാനൊന്ന് സ്ക്രീനിൽ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഈ സബ്ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെ ലൊക്കേഷൻ ആണ് ചോദിക്കുന്നത്. നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ ഈ പോയിന്റ് 25 ഡിഗ്രി നോർത്ത്, അതേപോലെ ഇതോ ശ്രദ്ധിക്കുക, ഇവിടെ 35 ഡിഗ്രി നോർത്ത്, അതേപോലെ തന്നെ ഇവിടെ 35 ഡിഗ്രി സൗത്ത്, 25 ഡിഗ്രി സൗത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇൻ ബിറ്റ്വീൻ 25 ഡിഗ്രി ടു 35 ഡിഗ്രി ഇൻ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ 25 degree to 30 degree north and 25 degree to 35 degree north and south. Okay, in between 25 degree to 35 degree north and south. അതാണ് അതിന്റെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. വീണ്ടും ന്യൂനം വരികയാണ് അല്ലെ. ഒരു ഉച്ചമർദ്ദം കഴിഞ്ഞു, അടുത്തത് ന്യൂനമർദ്ദമാണ്. അപ്പൊ എന്താണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്? നോക്കാം. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല എന്ന് മലയാളത്തിൽ പറയും. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. Look at figure 2.5. As this zone is close to the pole, the air is colder here. ഒന്നുകൂടി നമുക്ക് ആ ചിത്രത്തിലേക്ക് നോക്കാൻ വേണ്ടി പറയാണ്. പെട്ടെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ പറയുന്ന ഏതാണ്? ഈ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ് അല്ലെ, നോർത്തിലും സൗത്തിലും ഉള്ളത്. ഇത് രണ്ടും നമുക്കറിയാം. ഈ ഭൂമധ്യരേഖയിൽ നിന്ന് പിന്നെ നോർത്തിലേക്കും സൗത്തിലേക്കും പോകും തോറും തണുപ്പ് കൂടി വരികയാണ് അല്ലെ. അപ്പോൾ ഈ ഒരു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പോളാർ റീജിയനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് അല്ലെ. നോർത്ത് പോൾ ആണെങ്കിലും സൗത്ത് പോൾ ആണെങ്കിലും ആ പിന്നെ ആർട്ടിക്കിനോടും അന്റാർട്ടിക്കിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഏകദേശം ഒരു മേഖലയാണ് ഇത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, നമ്മൾ നോക്കി, അത് ബോധ്യപ്പെട്ടു. ഇനി ബാക്കി എന്താ പറയുന്നത് നോക്കാം. Though the cold air remains close to the earth, the air is thrown away due to the rotation of earth. നമ്മൾ പഠിച്ചത് വെച്ച് ഈ തണുത്ത വായു, ഇത് തണുപ്പ് കൂടിയ പ്രദേശമാണെന്നാണല്ലോ നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ തണുത്ത വായു ഉയർന്നു പൊങ്ങാതെ ഭൂമിയോട് ചേർന്ന് നിലകൊള്ളുകയാണ് വേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തണുത്ത വായു എന്ത് ചെയ്യും? താഴ്ന്നിറങ്ങുന്ന പറഞ്ഞത്. അപ്പൊ ഇത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അങ്ങനെ തണുത്തൊരു മേഖലയാണ്. അപ്പൊ എന്താ ശരിക്കും വേണ്ടത്? ദോ ദി കോൾഡ് എയർ റിമെയിൻസ് ക്ലോസ് ടു ദി എർത്ത്, ഭൂമിയോട് ചേർന്ന് നിൽക്കുകയാണ് അവിടുത്തെ കോൾഡ് എയർ ചെയ്യേണ്ടത്. പക്ഷേ ദി എയർ ഈസ് ത്രോൺ അവേ ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഭ്രമണത്തിന്റെ റൊട്ടേഷന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള വായു എന്താവുകയാണ്? വൻതോതില് ശക്തമായി ചുഴറ്റി എറിയപ്പെടുകയാണ്. ഓക്കെ, താഴ്ന്ന് ഭൂമിയോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്നില്ല. റൊട്ടേഷൻ പിന്നെ ഭൂമധ്യരേഖയെക്കാളും കൂടുതലായിരിക്കും ആ ഒരു ഭ്രമണ വേഗതയും തീവ്രതയും ഒക്കെ. ഇവിടെ ഭ്രമണത്തിന്റെ തീവ്രത കൂടുതലായിരിക്കും ഈ പറയുന്ന പോളാർ റീജിയനിലേക്ക് പോകും തോറും.
അപ്പോൾ റൊട്ടേഷന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ എയർ എന്ത് ചെയ്യുന്നു, വൻതോതിൽ ത്രോ അവേ ഡ്യൂ ടു ദി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. അപ്പോൾ വായു വൻതോതിൽ അവിടുന്ന് നഷ്ടപ്പെടുകയാണ് അല്ലെ, ഭൂമിയോട് ചേർന്ന് നിൽക്കാണ്ട് തെറിച്ചു പോവാണ്. ആസ് എ റിസൾട്ട് ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ഓൾ അലോങ് ദി സബ് പോളാർ റീജിയൻ. അപ്പോ ഇതുകൊണ്ടാണ് ഈ ഭ്രമണം മൂലം വായു ഇങ്ങനെ ചുഴറ്റി എറിയപ്പെടുന്നത് കൊണ്ടാണ് ഉപധ്രുവീയ മേഖലയിൽ ന്യൂനമർദ്ദം, ലോ പ്രഷർ, സബ് പോളാർ റീജിയനിൽ ലോ പ്രഷർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റിന്റെ ലൊക്കേഷൻ കാണാൻ വേണ്ടി പറയുന്നു. നമുക്ക് വീണ്ടും പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് പോയിട്ട് അതിന്റെ ലൊക്കേഷൻ കാണാം. ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഓക്കെ, സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് നമ്മൾ പറഞ്ഞു അറൌണ്ട് 60 ഡിഗ്രി ആണ് അല്ലെ. അപ്പൊ ഒരു 5 മുന്നോട്ടും ബാക്കോട്ടും ആക്കി നമ്മൾ കൊടുക്കുക. അതായത് ഇവിടെ എന്താ പറയാ 55 ഡിഗ്രി, അതേപോലെ ഇവിടെ 65 ഡിഗ്രി. അപ്പോൾ 50 ഇൻ ബിറ്റ്വീൻ അതിന്റെ പിന്നെ പൊസിഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് സപ്പോളാർ ലോ പ്രഷർ ബെൽറ്റിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 55 ഡിഗ്രി ടു 65 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത്. താഴെയുണ്ടല്ലോ അതേപോലെ, ഇത് സൗത്തും അത് നോർത്തും. ഓക്കെ, ഇൻ ബിറ്റ്വീൻ എന്നൂടെ പറയാം, ഇൻ ബിറ്റ്വീൻ 55 ഡിഗ്രി ടു 65 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത്. ഓക്കെ, അപ്പൊ അതും നമ്മൾ നോക്കി. ഇനി വീണ്ടും അടുത്തയിലേക്ക് പോവാം. അപ്പൊ 3 പ്രഷർ ബെൽറ്റുകൾ നോക്കിക്കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വൺ, ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലേ, ഇഫ് ദി എർത്ത് ഡിഡ് നോട്ട് റൊട്ടേറ്റ് വുഡ് ദർ ഹാവ് ബീൻ ലോ പ്രഷർ ഇൻ ദി സബ് പോളാർ റീജിയൻ. നമ്മൾ പറഞ്ഞല്ലോ അത് തണുത്ത പ്രദേശമാണ്, ഭൂമിയോട് ചേർന്ന് നിൽക്കുകയാണ് വേണ്ടത് കാറ്റ് പിന്നെ വായു. പക്ഷെ റൊട്ടേഷൻ കാരണമാണ് അവിടുത്തെ വായു ചുഴറ്റി എറിയപ്പെടുന്നത്, അതുകൊണ്ടാണ് അവിടെ ലോ പ്രഷർ ആയെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ചോദിക്കുകയാണ്, ഭൂമിക്ക് റൊട്ടേഷൻ ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നില്ലെങ്കിൽ ഈ പ്രദേശത്ത് ലോ പ്രഷർ ആണോ ഉണ്ടാവുക? ആണോ? അല്ല, അവിടെ എന്താ ഉണ്ടാവുക? അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. റൊട്ടേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ വായു എന്ത് ചെയ്യുന്നത്, ത്രോൺ അവേ അല്ലെ, ചുഴറ്റി എയർ ഈസ് ത്രോൺ അവേ, വായു ചുഴറ്റി എറിയപ്പെടുന്നത്. അപ്പൊ റൊട്ടേഷൻ ഇല്ലെങ്കിൽ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഏതാണ് ഈ മേഖല എന്നുള്ളത് നമ്മൾ ഇനി നോക്കണം, ഒന്നുകൂടി നോക്കാം അല്ലെ, പെട്ടെന്ന് നോക്കി വരാം. ഇതാ ഇവിടെ കാണുന്ന 90 ഡിഗ്രി നോർത്തിലും അതേപോലെ തന്നെ 90 ഡിഗ്രി സൗത്തിലും കാണുന്ന, നോർത്ത് പോളിലും സൗത്ത് പോളിലും കാണുന്ന മേഖലയാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം, കുറച്ചേ പറയുന്നുള്ളൂ. This zone experiences severe cold throughout the year. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണിത്, നമുക്കറിയാം അല്ലേ. As a result, the air remains chilled under the extreme cold that prevails over the poles, and this contributes to the steady high pressure experienced here. വർഷം മുഴുവൻ കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖലയാണ്. ഈ പോൾസിൽ അല്ലെങ്കിൽ ധ്രുവങ്ങളിലെ അതികഠിനമായ തണുപ്പിൽ അവിടുത്തെ വായു എന്ത് ചെയ്യുന്നുണ്ട്, വായുവും അതേപോലെ തന്നെ തണുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എപ്പോഴും എന്തായിരിക്കും, ഉച്ചമർദ്ദമായിരിക്കും അല്ലെങ്കിൽ ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, അതികഠിനമായ തണുപ്പില് ഇവിടുത്തെ വായു എല്ലായ്പ്പോഴും വർഷം മുഴുവൻ എന്താണ്, തണുത്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും എന്തായിരിക്കും, ഹൈ പ്രഷർ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 4 പ്രഷർ ബെൽറ്റുകൾ നോക്കി. ഇനി അതിന്റെ ലൊക്കേഷനും കൂടി ചോദിക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ദി ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ ഓഫ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിന്റെ ലൊക്കേഷനും കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓക്കെ, അത് നമ്മൾ ഏകദേശം അറൌണ്ട് നമ്മൾ പറയാറുള്ളത് 80 ഡിഗ്രി ടു 90 ഡിഗ്രി നോർത്ത്, 80 ഡിഗ്രി ടു 90 ഡിഗ്രി സൗത്ത്. ഓക്കെ, ഒന്നുകൂടി പറയാം, ഏകദേശം 80 ഡിഗ്രി ടു 90 ഡിഗ്രി നോർത്തിലും അതേപോലെ തന്നെ എവിടെ സൗത്തിലും 80 ഡിഗ്രി ടു 90 ഡിഗ്രി സൗത്തിലും. ഇതാണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റിന്റെ എന്ത് ലൊക്കേഷൻ, ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള 4 പ്രഷർ ബെൽറ്റിന്റെയും ലൊക്കേഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ആണ് കൊടുത്തത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ 4 പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. പോളാർ ഹൈ, പിന്നെ സെൻട്രൽ മുതൽ പറയുകയാണെങ്കിൽ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് പിന്നെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല.
സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, അതായത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള 4 ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞു. ഇനി അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിന്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. യു ആർ നൗ അവെയർ ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി പ്രഷർ ബെൽറ്റ്സ് ഓൺ ദി എർത്ത്, അല്ലെ? നമ്മുടെ ഭൂമിയിലുള്ള പിന്നെ പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഭൂമിയിലുള്ള ഈ ഒരു മർദ്ദ മേഖലകളുടെ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്, വിതരണക്രമം എങ്ങനെയാണെന്ന് നമുക്ക് ബോധ്യമായി. ആൻഡ് വേരിയേഷൻസ് in the amount of solar energy received and the rotation of the earth contribute to the formation of different pressure belts. ഈ പല തരത്തിലുള്ള പ്രഷർ ബെൽറ്റുകൾ ഉണ്ടാവാനുള്ള, മർദ്ദ മേഖലകൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്താണ്? പിന്നെ സൗരോർജ്ജ ലഭ്യതയിലുള്ള, സൂര്യപ്രകാശം കിട്ടുന്നതിനുള്ള വേരിയേഷൻ, അതിൽ കിട്ടുന്നതിലുള്ള ഏറ്റക്കുറച്ചിലുകളും അതേപോലെ തന്നെ ഭൂമിയുടെ റൊട്ടേഷനും ഒക്കെയാണ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് പ്രഷർ ബെൽറ്റുകൾ, മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിന്റെ ബേസ് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത്. ദി പ്രഷർ ബെൽറ്റ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ദി പ്രഷർ ബെൽറ്റ്സ് ഷിഫ്റ്റ് അക്കോർഡിംഗ് ടു ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. നമ്മൾ സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റ് നമ്മൾ പിന്നെ വേറൊരു ചാപ്റ്ററിൽ, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച് കഴിഞ്ഞതാണ്, ഡിസ്കസ് ചെയ്തതാണ്. സൂര്യന്റെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ സൂര്യൻ മൂവ് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആണ്, അല്ലെ? സൂര്യൻ മൂവ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. അപ്പൊ ആ സൂര്യന്റെ അപ്പാരന്റ് മൂവ്മെന്റിനനുസരിച്ച്, സൂര്യന്റെ ഈ ഒരു അയനത്തിനനുസരിച്ച്, അയനമാറ്റത്തിനനുസരിച്ച് ഈ പ്രഷർ ബെൽറ്റിനും എന്ത് സംഭവിക്കുന്നുണ്ട്? മർദ്ദ മേഖലകൾക്കും സ്ഥാനമാറ്റം ഉണ്ടാവുന്നുണ്ട്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സൂര്യന്റെ 2 മൂവ്മെന്റ് ഉണ്ട്. ഒന്ന് നോർത്ത് വേർഡ് മൂവ്മെന്റും മറ്റൊന്ന് സൗത്ത് വേർഡ് മൂവ്മെന്റും. നോർത്ത് വേർഡ് മൂവ്മെന്റിനെ നമ്മൾ എന്ത് പറയും? ഉത്തരായനം. സൗത്ത് വേർഡ് മൂവ്മെന്റിനെ ദക്ഷിണായനം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രഷർ ബെൽറ്റുകളൊക്കെ സൂര്യന് വരുന്ന ആ ഒരു സൂര്യപ്രകാശത്തെ, ആ ഒരു ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഉത്തരായനത്തിന്റെ പീരീഡിൽ ഈ പ്രഷർ ബെൽറ്റുകളൊക്കെ എന്ത് ചെയ്യും? ദി പ്രഷർ ബെൽറ്റ്സ് ഷിഫ്റ്റ് നോർത്ത് വേർഡ്. പ്രഷർ ബെൽറ്റുകളൊക്കെ കുറേശ്ശെ മുകളിലോട്ട് നീങ്ങും. ഓക്കെ, നോർത്തിലേക്ക് മൂവ് ചെയ്യും. അതേപോലെ സൂര്യന്റെ പിന്നെ ദക്ഷിണായനം പീരീഡിൽ, സൗത്ത് വേർഡ് മൂവ്മെന്റ്, ദക്ഷിണായനം പീരീഡിൽ പ്രഷർ ബെൽറ്റ് എന്ത് ചെയ്യും? പ്രഷർ ബെൽറ്റ്സ് ഷിഫ്റ്റ് സൗത്ത് വേർഡ്. ഓക്കെ, അപ്പോ ആ ഒരു പോയിന്റും കൂടി നമ്മൾ ഓർത്ത് വെക്കുക. The pressure belts shift northward during the period of sun's northward progression. സൂര്യന്റെ നോർത്ത് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഉത്തരായനത്തിന്റെ പീരീഡ് ആണ്, ഉത്തരായനം. ആ സമയത്ത് എന്ത് ചെയ്യും? പ്രഷർ ബെൽറ്റുകൾ നോർത്ത് വേർഡിലേക്ക്, സൂര്യൻ അനുസരിച്ച് തന്നെ നോർത്ത് വേർഡിലേക്ക് അല്പം ഷിഫ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ആൻഡ് ടുവേർഡ്സ് ദി സൗത്ത് ഡ്യൂറിംഗ് ദി പീരീഡ് ഓഫ് ഇറ്റ്സ് സൗത്ത് വേർഡ് പ്രോഗ്രഷൻ. സൂര്യന്റെ ദക്ഷിണായന കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന പ്രഷർ ബെൽറ്റുകൾ സൗത്തിലേക്കും മൂവ് ചെയ്യും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ട് ആമുഖമായിട്ട് ഈ യൂണിറ്റിൽ പറയുന്നത്. പ്രധാനമായും കാറ്റുകളെ കുറിച്ച്, വിൻസിനെ പറ്റിയാണ് നമ്മൾ ഈ യൂണിറ്റിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. തൽക്കാലം ഈ ഒരു 4 പ്രഷർ ബെൽറ്റുകൾ പറഞ്ഞ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. അപ്പോൾ ഒന്നുകൂടെ ആ ചിത്രത്തിലേക്ക് പോയി ആ പ്രഷർ ബെൽറ്റുകളെ നോക്കിയ ശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്ന് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.